ആത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങൾ. അഗ്നിനാവുകൾ പെന്തക്കോസ്ത് ഒരുക്കധ്യാനം. പ്രിയമുള്ളവരെ, അഗ്നിനാവുകൾ 6-ാം ദിവസമാണ് നമ്മളിന്ന്. ഈ 6 ദിവസത്തെ ധ്യാനങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ നിറയുന്ന കാര്യം. ക്രൈസ്തവ വിജ്ഞാനീയം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവകൃപയുടെ ഔന്നത്യം അറിയണമെങ്കിൽ ഉത്ഭവപാപത്തിൻ്റെ ആഴമെന്തെന്നറിയണം. ദൈവകൃപയുടെ ഔന്നത്യം എന്തെന്നറിയണമെങ്കിൽ ഉത്ഭവപാപത്തിൻ്റെ ആഴമെന്തെന്നറിയണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ പാപാവസ്ഥ മനുഷ്യഹൃദയത്തിലുണ്ടാക്കിയ ദുരന്തത്തെക്കുറിച്ചാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വസിക്കില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പാപത്തെക്കുറിച്ചുള്ളൊരു അനുതാപവും പാപവിമോചന അനുഭവവും. കഴിയുമെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങി വന്നാൽ നമുക്കൊരു VHSൻ്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആ ധ്യാനത്തിൻ്റെ വിജയം അവിടെയാണ്. നമുക്കൊരുമിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഇന്നേ ദിവസം ദൈവകൃപയുടെ ഔന്നത്യം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്ക വിധം ഉത്ഭവഭാവത്തിൻ്റെ ആഴം ഞങ്ങളിൽ എന്തെല്ലാം വിനകളാണ് വരുത്തിവെച്ചതെന്ന് കണ്ടെത്തുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഉത്ഭവപാപം എന്ന് ഞാൻ പറയാൻ കാരണം ചെയ്ത പാപമല്ല, കൈമാറി കിട്ടിയ പാപമാണ്. ഒപ്പം നമ്മുടെ കർമ്മപാപങ്ങളും അതിനകത്ത് മോചിപ്പിക്കും. പിന്നെ നമ്മൾ ചെയ്ത പാപങ്ങളും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ചെയ്ത് ഈ പാപവും കൃപയും ഒരുമിച്ച് വസിക്കുവാൻ സാധ്യമല്ല. പാപവിമോചന അനുഭവം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവനും അനുഭവിക്കുക പ്രയാസമാണ്. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളായി അതനുസരിച്ച് എല്ലാ കൂദാശകളും സ്വീകരിക്കുന്നു. അതിലൂടെയൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ആ അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തിജീവിതത്തിൽ യേശുക്രിസ്തുവിനോട് എന്തുമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ പാപം എനിക്ക് വരുന്ന ദുരന്തം എന്താണെന്ന് അറിഞ്ഞ് അനുദപിച്ച് കൃപ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉത്ഭവപാപം എന്ന അവസ്ഥയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഉത്ഭവപാപാനന്തരം നമ്മളുണ്ടായിരിക്കുന്ന അടിസ്ഥാന പാപങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് ധ്യാനിക്കാം. അടിസ്ഥാന പാപങ്ങളെന്ന് പറയുന്നത് എന്താണ്? പണ്ടൊക്കെ പറയും തലപ്പെട്ട ദോഷങ്ങൾ 7 അല്ലെങ്കിൽ മാരക പാപങ്ങൾ 7, അതുമല്ലെങ്കിൽ പാപത്തിന് 7 വേരുകളുണ്ടെന്ന്, ഫണ്ടമെൻ്റൽ സിൻസ് എന്നൊക്കെ പറയും, മൂലപാപങ്ങൾ. ഇത് അടിസ്ഥാന പാപമാണ്. ഇത് പാപ അവസ്ഥയാണ്. പാപത്തെക്കുറിച്ച് വീണ്ടും ക്രൈസ്തവ വിജ്ഞാനീയം എന്ന പുസ്തകത്തിൽ പറയുകയാണ്, പാപം മനുഷ്യഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. അതുമൂലം അവനെടുക്കുന്ന നിലപാടാണ്. പാപം കുറേ പ്രവൃത്തികൾ മാത്രമാണെന്ന് കരുതരുത്. അത് മനുഷ്യഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. അതുമൂലം അവനെടുക്കുന്ന നിലപാടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് ഇന്നത്തെ ചിന്തകൾ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വന്ന അടിസ്ഥാന പാപങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പാപങ്ങൾ കുമ്പസാരക്കൂടിൽ ഏറ്റുപറയുന്നു. പലപ്പോഴും പലർക്കും വീണ്ടും അതേ പാപം തന്നെ പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും ഞങ്ങളുടെ ഹൈറേഞ്ചിലൊക്കെ ഈ കാട് വീശുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പുല്ലും ഇതൊക്കെ കിളുത്ത് വന്നാൽ വാക്കത്തി കൊണ്ട് വീശിക്കളയും. പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നിടത്ത് 4 കിളുത്ത് വരും. ചിലരുടെ കുമ്പസാരം കാട് വീശലാണ്. വേരോടെ പാപത്തെ പിഴുതെറിയുവാൻ ശ്രമിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ളൊരു അനുതാപമോ അതിനുള്ള ഒരുക്കമോ ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കാരണം പാപവിമോചന കൂദാശയാണ് കുമ്പസാരം. പാപം വിമോചിക്കപ്പെട്ട് കഴിഞ്ഞു. ആ കഴിഞ്ഞെങ്കിൽ പിന്നെയും കുറ്റി അവിടെ കിടക്കുന്നു. അതുകൊണ്ട് പാപത്തിൻ്റെ വേരുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ അടിസ്ഥാന പാപമാണ് അഹങ്കാരം. പണ്ടൊക്കെ പറയുമ്പോഴേ നിഗളത്തിന് എളിമ എന്നൊക്കെയാണ് പഴയ അമ്മച്ചിമാരൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് പഴയ കൊച്ചു വേദപാഠപുസ്തകത്തിൽ. അപ്പോൾ ആ അഹങ്കാരത്തെ എളിമ കൊണ്ട് നേരിടണമെങ്കിൽ അഹങ്കാരം എന്തെന്ന് അറിയണം. നമ്മൾ അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടണം. ഒരുവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം ആരംഭിക്കുമ്പോൾ ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ ഉപേക്ഷിക്കുന്നുവെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിലെ
അവിടെ പറയുന്നതാണ് അഹങ്കാരം ആരംഭിക്കുമ്പോൾ ഹൃദയം അതിൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. വീണ്ടും അതേ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അഹങ്കാരം മനുഷ്യരെയും ദൈവത്തെയും വെറുപ്പിക്കുന്നു. അഹങ്കാരിയായ മനുഷ്യൻ പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ എടുത്ത് കളയുന്നു. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ. അഹങ്കാരിയുടെ ഹൃദയം എപ്പോഴും കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെപ്പോലെയാണ്. ആ കൂടിൻ്റെ കമ്പ്, ഏത് കമ്പാണ് ദൗർബല്യം എന്നത് കൊത്തി കൊത്തി നോക്കുന്നത് പോലെ അഹങ്കാരി എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ കൊത്തി കൊത്തി നോക്കും. നന്മയെപ്പോലും തിന്മയാക്കുവാൻ അവർ പരിശ്രമിക്കും. അഹങ്കാരിയുടെ ലക്ഷണം അതാണ്. നന്മയിൽ പോലും അവന് നന്മ കാണാൻ പറ്റില്ല, അതിന് പോലെ അതിന് തിന്മ കാണാൻ ശ്രമിക്കും അവൻ. അപ്പോൾ അഹങ്കാരി എല്ലാ കാര്യത്തിലും ഒരിക്കലും അഹങ്കാരിയുടെ ലക്ഷണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ലക്ഷണം ഇതാണ്. രണ്ടാമത്തത്, അഹങ്കാരിക്ക് കറപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു തിരുത്തൽ ആരെങ്കിലും കൊടുത്താൽ അവൻ്റെ ഉള്ളിൽ അസ്വസ്ഥമാകാൻ തുടങ്ങും. അപ്പോൾ അഹങ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അഹങ്കാരം എന്തൊക്കെ രീതിയിലാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്, അല്ല മനുഷ്യ ശല്യമായി തീരുന്നത്. അഹങ്കാരം തുടങ്ങുമ്പോൾ സൃഷ്ടാവിനെ ഉപേക്ഷിച്ച മനുഷ്യൻ പിന്നെ ദൈവവിശ്വാസിയായി ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. അഹങ്കാരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലെ ഒന്നെന്ന് പറയുന്നത്, എല്ലാം ദാനമായിരിക്കെ സ്വന്തമാണെന്ന് കരുതുക. പ്രിയമുള്ളവരെ, പിറന്ന ഇടം നമ്മുടെ ആരുടെയും സ്വന്തമല്ല. പക്ഷെ നമുക്ക് പിറന്ന ഇടത്തെക്കുറിച്ചുള്ള അഹങ്കാരം ഏതെല്ലാം രീതിയിലാണ്. പലപ്പോഴും പാവപ്പെട്ട മനുഷ്യനെ ഇടവകയിൽ ഒരു ധനവാൻ കാണുകയാണെങ്കിൽ അവനൊരു പുച്ഛഭാവത്തോടെ അവനെ നോക്കും ചിലരെങ്കിലും. എന്തുകൊണ്ടാണ്? അഹങ്കാരിയുടെ ധാരണ അവൻ ആ വീട്ടിലെ ഇടവകയിലെ ഏറ്റവും വലിയ ഭവനത്തിൽ ജനിച്ചത് അവൻ്റെ കഴിവുകൊണ്ടാണെന്നാണ്. ഈ പാവപ്പെട്ടവൻ ചെറ്റക്കുടിയിൽ ജനിച്ചത് അവൻ്റെ ദൗർഭാഗ്യം കൊണ്ടാണെന്ന്. അങ്ങനെയല്ല. പിറന്ന ഇടം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിൻ്റെ ദാനമായി തന്നെ കാണുന്നവനെ ദൈവം തക്ക സമയങ്ങളിൽ ഉയർത്തും. കണ്ടില്ലേ, ലാസർ ധനവാൻ്റെ വാതിക്കൽ കിടന്നു. അവന് തിന്നതിൻ്റെ വാക്യമൊക്കെ കൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ ലാസർ അബ്രഹാമിൻ്റെ മടിത്തട്ടിലേക്ക് ഉയർത്തി. അപ്പോൾ ഈ ലോകത്തിൽ ചെറിയവരെ കാണുമ്പോൾ ഓർക്കണം, സ്വർഗത്തിൽ അവനെ വലിയവനാക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് കരുതണമെങ്കിൽ അവനെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇനി എന്തിൻ്റെ എല്ലാം പേരിലാണ് മനുഷ്യന് അഹങ്കാരമുള്ളത്? ചിലർക്ക് വേഷാഹങ്കാരം. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് ദേവാലയത്തിൽ വരുമ്പോൾ കീറിയ ബ്ലൗസ് ധരിച്ച് വരുന്നവനെ കാണുമ്പോൾ ഒരു പുച്ഛം, പാവപ്പെട്ടവനെ കാണുമ്പോൾ ഒരു പുച്ഛം, പണിക്ക് നിൽക്കുന്നവനെ കാണുമ്പോൾ ഒരു പുച്ഛം. എന്താ സംഭവം? ഇവൻ നേടിയതാണ് ഇവൻ്റെ ധാരണ. നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സമ്പത്തോ സ്വത്തോ എന്തു തന്നെയാണെങ്കിലും നീ നേടിയതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഒരിക്കൽ രണ്ടുപേരുടെ നിന്നുള്ള ഡയലോഗാണ്. ടീച്ചേഴ്സ് അവർ ടൂറിന് പോയ കാര്യം പറയും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിൽക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലാണ് കിടന്നത്. LP സ്കൂൾ ടീച്ചേഴ്സാണ്. 5 സ്റ്റാർ ഹോട്ടലിലാണ് ടൂർ പോയപ്പോൾ കിടന്നത്. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം, 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലേ പറ്റത്തുള്ളൂ. ഉടനെ അവർ പറയുകയാണ്, ഞങ്ങളുടെ ബേസിക് പേ എന്താണെന്നാണ് ചേട്ടൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ ബേസിക് പേ അവരുടെ സ്വന്തമാണെന്ന ധാരണ അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൂർത്തടിക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ മക്കൾക്കും കൂടെ അർഹതപ്പെട്ടാണെന്ന് കാണണമെങ്കിൽ അഹങ്കാരം ഹൃദയത്തിൽ നിന്ന് മാറണം. അല്ലെങ്കിൽ എനിക്കുള്ളതെല്ലാം എൻ്റേതാണെന്നും ഞാൻ സമ്പാദിച്ചതെല്ലാം എൻ്റെ സമ്പാദ്യമാണെന്നും അങ്ങനെ എൻ്റെ ഇത് വളരെയധികം ദോഷം ചെയ്യുന്നൊരു രീതിയാണ്. അഹങ്കാരത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ശീതാഹങ്കാരമാണ് എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാനിത് പറയുന്നത് നിങ്ങളോട് അഹങ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ തന്നെ ചില ശീതാഹങ്കാരത്തെക്കുറിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഞാനൊരു ടൗൺ പ്ലാനിങ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഒരു പാർട്ടിയുണ്ട്. കൊച്ചിയിൽ നിന്ന് വന്ന് മാച്ചാൻ വാങ്ങിച്ച് കൊച്ചിക്കാരുടെ രീതി കറി വെച്ച് കപ്പയും മീനും കൂടെ കൊടുത്തു സ്റ്റാഫിന്. കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസിൽ കുറച്ച് ബുദ്ധിമാന്മാരുണ്ട്, അതായത് അവരെ പറയും യുക്തിവാദികൾ. അവർ പറയും നമ്മുടെ കരിസ്മാറ്റിക്കിനെ നമുക്കൊന്ന് പരിശോധിക്കണം, ഇവൻ്റെ സെൽഫായിട്ടൊരു കുത്തു കൊടുത്താൽ അറിയാം ഇവൻ യഥാർത്ഥ ആധ്യാത്മികനാണോ എന്ന്. അവർ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. ഉടനെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, എന്തായാലും ശരി ഇവരെന്നെ കുത്തുമ്പോൾ ഞാൻ അതിന് പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തീരുമാനമെടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും പോയി. 3 മണിയായപ്പോൾ ഞങ്ങളുടെ പ്യൂൺ എന്നെ വിളിക്കുകയാണ്, സാറേ എന്താ മീൻ ചട്ടി ഇവിടെ ഇരിക്കുന്നത്, എടുത്തുകൊണ്ട് പോകുന്നില്ല, ഇത് കൊണ്ടുപോകാത്തത് എന്താണ്? അവൻ എടുത്തുകൊണ്ടേ പുറത്ത് വെച്ചിട്ട് വേണം കൊണ്ടുവന്ന ആളിനെ കൊണ്ടുപോകാൻ. പക്ഷെ അവനെടുത്തില്ല. അവനിങ്ങനെ ചൂടായപ്പോൾ ഞാൻ മറന്നു വിടാ, നീ എന്നോട് കോപിക്കുന്ന, നീ അല്ലേ എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ അവിടെ ഇരുന്ന് അവർ 3 പേര് ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ സെൽഫായിട്ട് കുത്തിയപ്പോൾ നമ്മൾ തോറ്റെന്ന്. ഉടനെ ഞാൻ അനങ്ങാതിരുന്ന് നിശബ്ദനായിരുന്നിട്ട് അവിടെ ഇരുന്ന് 2-3 ഫയലും ഒപ്പൊക്കെ ഇട്ടിട്ട് ഒരു പത്രം എടുത്ത് മടക്കി ചെന്ന് ആ മീൻ ചട്ടി തോളെ വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് നീ ശരിയായ അഹങ്കാരിയായത്. കാരണം നിനക്ക് അഹങ്കാരമില്ലെന്ന് യുക്തിവാദികളെ മനസ്സിലാക്കാൻ വേണ്ടി നീ കറിച്ചട്ടി എടുത്ത് തോളെ വെച്ചുകൊണ്ട് പോകുന്നു. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും നടക്കാറുണ്ട്. അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മായിയമ്മ അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത്. ഉടനെ അമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ, അതേപോലെ പറഞ്ഞിരുന്നത് അവരങ്ങനത്തെ ഇങ്ങനത്താണെന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ്.
പ്രിയമുള്ളവരെ, അഹങ്കാരിക്ക് എപ്പോഴും ഇതിന് പറയുന്നത് ശീതാഹങ്കാരം എന്നാണ് പറയുന്നത് കേട്ടാ. ഇങ്ങനെയുള്ളത് ആരും കാഴ്ചയിൽ ഇവർ അഹങ്കാരികളാണെന്ന് തോന്നിയല്ല. സംസാരത്തിൽ എല്ലാവരും കുറ്റമേ പറയത്തുള്ളൂ, കുറവേ പറയത്തുള്ളൂ, ഒന്നും ഉയർത്തി പറയാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അഹങ്കാരമെന്ന ആ അടിസ്ഥാന ഭാവത്തെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയാം. ഇത് വേര് പിഴുതു കളയാത്ത കുമ്പസാരം അപകടമാണ്. കരിസ്മാറ്റിക്കായ ഞാനൊരു വചനപ്രഘോഷകനായെങ്കിൽ മറ്റ് വചനപ്രഘോഷകരെ അംഗീകരിക്കാതെ അവരുടെ കുറ്റം പറയുന്നെങ്കിൽ ഞാൻ അഹങ്കാരിയാണ്. ആ വചനം പ്രഘോഷിക്കുന്നു എന്ന കാരണത്താൽ എനിക്ക് വരദാനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് മറ്റുള്ള കരിസ്മാറ്റിക്കുകളോടൊരു പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരിയാണത്. അപ്പോൾ അതുകൊണ്ട് ആ അഹങ്കാരം എന്ന അവസ്ഥ ഈ വേരോടെ പിഴുതെറിയണം. വേര് പിഴുതെറിഞ്ഞില്ല പറ്റുന്ന അബദ്ധം ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഇടുക്കി താമസിക്കുമ്പോൾ താന്നിക്കണ്ടം വനം, അതായത് ഇരട്ടയാർ ഡാമിൻ്റെ കാശ്മീർ ഏരിയയിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് കുടിയിരുത്തിയതാണ് ആ സ്ഥലം. ഏതാണ്ട് 300-400 ഏക്കറിന് അടുത്ത സ്ഥലമുണ്ട്. അത് വനം വെട്ടി അവർക്ക് കൊടുത്തു. ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു 15 സെൻറ്റ് സ്ഥലം കല്ലാറ് പള്ളിയിൽ കിട്ടി. അവർക്ക് 1 ഏക്കർ സ്ഥലം കിട്ടി. ആ 1 ഏക്കർ ഞങ്ങളുടെ പള്ളിക്ക് തന്നു. എല്ലാവരും വന്നിട്ട് അവരവർക്ക് കിട്ടിയ 2-3 ഏക്കറുള്ള സ്ഥലം മുഴുവൻ വെട്ടി കിളച്ച് വലിയ മരക്കുറ്റികളെല്ലാം കത്തിച്ച് ചാരമാക്കി എന്നിട്ട് കിളച്ച് കപ്പയിട്ടു. ഞങ്ങളുടെ പറമ്പ് മാത്രം ഈ ഷേവ് ചെയ്തിട്ട് ഒരു വശം മാത്രം ഇത്തിരി ഷേവ് ചെയ്യാതിരുന്നേ അങ്ങനെ ഇരിക്കും, അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇതൊരു നാണക്കേടാ. താന്നിക്കണ്ടം മുഴുവൻ കപ്പ കിളുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രം കാട് വളർന്ന് കിടക്കുന്നു. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരോട് പറഞ്ഞു 3 വർഷത്തേക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ കപ്പ നട്ടോളാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 3 വർഷമൊന്നും വേണ്ട, ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ മരക്കുറ്റിയൊന്നും പറിക്കേണ്ട, ആ കാണുന്ന പുല്ലെല്ലാം ചെത്തി അവിടെ പോയി കപ്പ കിട്ടു. അപ്പോൾ കിളുത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ കപ്പ കാണുമല്ലോ, അത് മതി നമുക്ക്. അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. അടുത്ത വർഷം കാർഷിക മേള നടക്കുന്നു ഞങ്ങളുടെ വാഴത്തോപ്പിലെ. കാർഷിക മേളയ്ക്ക് ചെന്നപ്പോൾ ഒരു ചുവട് കപ്പ 128 കിലോ 5 അടി 3 ഇഞ്ച് നീളമുള്ള കപ്പ. കപ്പ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. താന്നിക്കണ്ടത്തെ കപ്പ. അന്ന് മാത്രമല്ല, അതിനൊന്ന് ഒരു കപ്പ അവർ പുഴുങ്ങി ഇവിടെ വെച്ചിരിക്കുക, തിന്ന് നോക്കാൻ നല്ല ടേസ്റ്റ്. ഞങ്ങൾ പറഞ്ഞു നമ്മുടെ കപ്പയിൽ നോക്കാം. ഞങ്ങൾ ചെന്ന് കപ്പ പറിക്കാനായിട്ട് ഇടയ്ക്ക് വെച്ച് വെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആട്ടിയപ്പോഴും ഞങ്ങളുടെ കപ്പ കയ്യിലോട്ട് പോകുന്ന 5 ഇഞ്ച് നീളമുള്ളൂ. എന്താ സംഭവം എന്നറിയാവോ? മരക്കുറ്റി പറിക്കാതെ കപ്പ ഇട്ടത് കൊണ്ട്. ഇതുപോലെയാണ് ചിലരുടെ കുമ്പസാരം എത്ര കഴിഞ്ഞിട്ടും ദൈവമകൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല, വളരുന്നില്ല. ഇവിടെ പാപത്തിൻ്റെ വേര് തിങ്ങിയിരിക്കുന്നിടത്ത് പോയി കുമ്പസാരം കൂട്ടിപ്പോയി വേര് പറിച്ചു കളയാതെ പോയി വല്ലതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അനുദപിക്കേണ്ടത് പാപാവസ്ഥയെക്കുറിച്ചാണ്. ആ പാപാവസ്ഥയിൽ നിന്നും നമുക്ക് പാപപ്രകൃതി ഉണ്ടാകും, അഹങ്കാര പ്രകൃതി. പിന്നെ അതിൽ നിന്നാണ് പാപത്തിൻ്റെ ഖനികൾ, അതാണ് നമ്മൾ പ്രവൃത്തികളായിട്ട് വരുന്നത്. ആ പ്രവൃത്തികൾ നമ്മൾ ഏറ്റുപറയുമ്പോഴും പാപാവസ്ഥയും പാപപ്രകൃതിയും അകത്ത് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് അഹങ്കാരത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ നിർത്താം. ഇനി അടുത്തൊരു മൂലഭാവമാണ് അസൂയ. അസൂയ ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ അസ്തമിക്കും. ആരുടെ ഹൃദയത്തിൽ അസൂയ ഉദിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തിൽ ദൈവം അസ്തമിക്കും. പ്രിയമുള്ളവരെ, അസൂയ എന്ന രോഗം പലപ്പോഴും മറ്റുള്ളവരുടെ നന്മ കണ്ട് സന്തോഷിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ ഒരു സംബന്ധം പറയുകയാണ്, എൻ്റെ പെങ്ങന്മാർ പോലും വീട്ടിൽ കയറുന്നില്ല. കാരണം എന്താ? ഞാൻ വെഴു വെച്ചപ്പോൾ ഇത്തിരി വലുതായിപ്പോയി. അവർക്ക് സഹിക്കാനാവുന്നില്ല. ബന്ധുക്കൾക്ക് പോലും ചിലപ്പോൾ അസൂയ ഉണ്ടാകാം. ഞാനൊരിക്കൽ ഫീൽഡ് വർക്കിന് പോയപ്പോഴേ നല്ല 1-ാം തരം കുരുമുളക്, വിളഞ്ഞു കിടക്കുന്ന കുരുമുളക് മറ്റു പലരുടെയും കരിഞ്ഞു പോയി, ഭയങ്കര വരൾച്ചയുടെ സമയമാണ്. ആ സ്ഥലത്ത് ഒരു പറമ്പ് മാത്രം നല്ല കുടിമുളക് നിൽക്കുന്നു. അതാണ് എനിക്ക് സാമ്പിൾ കിട്ടിയതും. അപ്പോൾ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാളുടേതാണ്. ഞാൻ അവിടെ ചെന്ന് അയാൾ സന്തോഷത്തോടെ ഇതൊക്കെ കാണിച്ചു തന്നു. ഞാൻ 5 ചെടി മാർക്ക് ചെയ്തു. ഏതാണ്ട് വിളവെടുക്കുക സമയപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ കുരുമുളകിൻ്റെ 10-15 നിര കുരുമുളക് കരിഞ്ഞു നിൽക്കുന്നു. ഞാൻ ചെയ്തെന്ത് പറ്റി? ഞാൻ സെലക്ട് ചെയ്തതും കരിഞ്ഞു പോയി. ഞാൻ ചെയ്തെന്ത് പറ്റി? സാറേ, ഇവിടെയുള്ള ആർക്കും കുരുമുളക് കിളുത്ത് കിട്ടിയില്ല, അതുകൊണ്ട് ആരാണ്ട് ചെയ്ത പണിയാണ്. ചെന്ന് നോക്കിയപ്പോൾ താഴെ വീണ് അറുത്ത് വെച്ചിരിക്കുന്നു. ഓരോ കുരുമുളകിനെ ചുവട് അരിഞ്ഞു വെച്ചിരിക്കുക. ഇത് അസൂയ എന്നല്ലാണ്ട് പിന്നെ എന്തിനാ പറയേണ്ടത്? അസൂയ വന്നാൽ ഇങ്ങനെയാണ്, ഉയരുന്നവനെ താഴ്ത്താൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ചെയ്യും. ഇത് കണ്ടില്ലേ, ആദ്യത്തെ രാജാവ് അവൻ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ അവനിലൊരു ദുഷ്ടാരൂപി കയറി. ആ സമയത്ത് അവൻ അസ്വസ്ഥനായി. അവനെ ആശ്വസിപ്പിക്കാൻ കിന്നരം വായിക്കാൻ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദാവീദിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ദാവീദ് ആരായിരുന്നറിയാമല്ലോ? ഗോലിയാത്ത് വന്ന സമയത്ത് ഈ രാജാവ് പോലും രാജകൊട്ടാരത്തിൻ്റെ അകത്തളത്ത് അസ്വസ്ഥനായിരിക്കുമ്പോൾ ഇതാ യജമാനെ, ഇവനെ കൊല്ലുന്നവന് എന്ത് പ്രതിഫലം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് ഈ പയ്യൻ അവിടെ ചെന്നിരിക്കുന്നു. അവന് രാജാവ് പടച്ചട്ടയിട്ട് കൊടുക്കാൻ നോക്കി. 56 കിലോ ഭാരമുള്ള ഈ പടച്ചട്ടി എങ്ങനെ അവൻ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും? അതൊരിഞ്ഞു മാറ്റി. കുന്തം 3 റാത്തൽ ഭാരമുള്ളത്, അതവന് പിടിക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലുള്ള കവണിയും കല്ലും കൊണ്ട് അവനെ കീഴടക്കാം. സാവൂളിനെ കിന്നരം വായിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ പുറത്ത് ഇസ്രായേൽ കന്യകമാർ നൃത്തം വയ്ക്കുന്നു. അവർ പറഞ്ഞു, സാവൂൾ 1000 എങ്കിൽ ദാവീദ് 10,000. രാജാവ് അത് കേട്ടു. എനിക്ക് കിന്നരം വായിക്കുന്നവന് 10,000 രാജാവിന് 1000.
അന്ന് മുതൽ ദാവീദിൻ്റെ പുറകെ അവനെ കൊല്ലാനൊരുങ്ങുന്ന സാവോള് അപ്പം തന്നെ എറിഞ്ഞു കുന്തമെടുത്തൊരൊറ്റ ഏറ്. രാജാവ് കുന്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ദാവീദ് ആ കുന്തം ഊരിയെടുത്തുകൊണ്ട് കൊടുത്തു. യജമാനനെ, വേണമായിരുന്നെങ്കിൽ ഈ കുന്തം വരുന്ന അതേ സ്പീഡിൽ പിടിച്ചെടുത്ത് എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റും. പക്ഷേ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. മകനെ ദാവീദേ, എന്നെ കൊല്ലാമായിരുന്നിട്ട് നീ എന്നെ വെറുതെ വിട്ടല്ലോടാ എന്ന് പറഞ്ഞ് കരഞ്ഞ് ചുംബിച്ചു. അടുത്ത ദിവസം പിന്നെയും അവനെ കൊല്ലാൻ നോക്കിയാണ് രാജാവ്. അവസാനം ദാവീദ് പോയി ഒരു ഗുഹയിൽ ഒളിച്ചു. ദാവീദ് ഇവനെ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് കീറിയെടുത്തിട്ട് പുറത്തു വന്നിട്ട് പറഞ്ഞു, യജമാനെ, വേണമായിരുന്നെങ്കിൽ ഈ ഗുഹയിൽ വെച്ച് നിങ്ങളെ കൊല്ലാമായിരുന്നു എനിക്ക്. പക്ഷേ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയിൽ. അപ്പോഴും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദാവീദേ, പൊന്നുമാനെ, രണ്ടാമതും വിട്ടു. പ്രിയമുള്ളവരെ, ഏത് തന്നെ അസൂയയിൽ ആരംഭിക്കുന്ന പ്രശ്നം ഒന്നും മരിക്കാതെ തീരത്തില്ല. ദാവീദ് പിന്നെയും ദാവീദിനെ കൊല്ലാൻ നോക്കുന്നു. അവൻ ഓടി ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുക. അവിടെ രാജാവ് ഇവനെ അന്വേഷിച്ച് വന്ന് രാജാവും കിന്നരന്മാരും ക്ഷീണിച്ച് അവിടെ കിടക്കുക. അപ്പോഴാണ് ദാവീദ് ഇറങ്ങി വന്നിട്ട് കുന്തവും മൊന്തയും എടുത്ത് അംഗരക്ഷകരോട് ചോദിച്ചു, അംഗരക്ഷക, ഇങ്ങനെയാണ് രാജാവിനെ പരിരക്ഷിക്കുന്നത്? രാജാവിൻ്റെ മൊന്ത എവിടെ, കുന്തം എവിടെ? അയാൾ വാളെ വീണ് മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഇല്ല, ഇന്നാ പിടിച്ചോ, കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. എത്ര പ്രാവശ്യം പറയുകയാണ്. അവസാനം രാജാവ് മരിക്കുവോളം. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എങ്ങനെയാണ്? അസൂയയിൽ ആരംഭിക്കുന്ന വഴക്ക് തീർക്കുക വളരെ പ്രയാസമാണ്. ഞാൻ ഓർക്കണം, ഒരിക്കൽ എൻ്റെ ഇടവകയിൽ നടന്നൊരു സംഭവം. ഒരു സഹോദരനെ കല്യാണം കഴിഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പോൾ അവർ പല പാർട്ടിക്കാരുകൂടെ രമ്യപ്പെട്ട് ആ പെണ്ണ് എപ്പോഴും വീട്ടിൽ പോവുക. കാര്യം എന്താ ഇറക്കിയപ്പോൾ പെണ്ണിനെ വീട്ടുകാരെ കൂടെ തല്ലുമെന്നാണ് പറയുന്നത്. ഭാര്യയും അവളുടെ ഭർത്താവും അപ്പനും അമ്മയും കൂടെ തല്ലും, 3 പേരും കൂടെ തല്ലുമെന്നാണ് പറയുന്നത്. അങ്ങനെ പലരും ഇടപെട്ടു. 10-12 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് ആക്കിയൊക്കെ ചെയ്തു. രാഷ്ട്രീയക്കാരും പള്ളിയിൽ അച്ഛനും പിന്നെ ധ്യാനമന്ദിരത്തിൽ നിന്നൊക്കെ ആൾക്കാർ. അവസാനം എന്നോട് പറയും, തങ്ങച്ചായ ഒന്ന് ഇടപെടാൻ പാടില്ല. ഞാൻ പറയും, എൻ്റെ പൊന്നുമോനെ, എന്നേക്കാൾ ഏറ്റവും വലിയ ആൾക്കാരൊക്കെ ഇടപെട്ടതിനകത്ത് ഞാൻ എങ്ങനെ ഇടപെടാനാണ്? ഏതായാലും ഒരു ദിവസം അവൻ പറയും, താൻ വലിയ വചനപ്രഘോഷകനാണ്, എൻ്റെ പ്രശ്നത്തിൽ ഇടപെടത്തിൽ നമ്മൾ ചൂടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞ് ചെന്ന് ആ വീട്ടിൽ ഞാനൊരു 4 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു ഓരോരുത്തരോടും. എന്താ പ്രശ്നം? ആ പെണ്ണിനെ ഇവർ 3 പേരും കൂടെ നിസ്സാര കാര്യത്തിൽ തല്ലും. അവൾ പറഞ്ഞ്, തല്ലുകൊണ്ട് ഞാൻ മടുത്ത് തങ്ങച്ചായ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, ഷെയർ ചെയ്തു, പങ്കുവെച്ചു. വന്നപ്പോൾ എന്താ സ്ഥിതി? ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തുടങ്ങിയാണ് തങ്ങച്ചായ വീട്ടിൽ പ്രശ്നം. ഞങ്ങൾ 2 പേരും കൂടെ മുറിയിൽ കയറി. 10 മണിയായപ്പോൾ അമ്മ ബോധം കെട്ടി വീണു. അപ്പോഴേക്കും ഇവൻ ചെന്നു വെള്ളമൊക്കെ തെളിച്ച് ഒരുത്തി. അപ്പോൾ പറയണം, മകനെ, വാതിൽ തുറന്നിടാ, മോനെ, വാതിൽ തുറന്നിടാ. ഇവൾ പറഞ്ഞ് വാതിൽ തുറക്കാൻ പറ്റിയില്ല, വാതിൽ അടക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരാണ് ആദ്യത്തെ തല്ല്. പിന്നെ ഇങ്ങോട്ട് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ വീട്ടിൽ അവസാനം ഒരു രക്ഷയില്ല ആ പെണ്ണിന്. ആ പെണ്ണ് പിന്നെയും പോയി വീട്ടിൽ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി വന്നു എൻ്റെ അടുത്ത്, എൻ്റെ ചേട്ടാ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അവൾക്കിപ്പോഴത്തേ തിരിച്ചു വന്നു. അവൾ ഭയങ്കര പ്രശ്നം. എന്താ പ്രശ്നം? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നാൽ ഉടനെ അവൾ എന്നൊക്കെ പറഞ്ഞും ഒലക്കി എടുത്തുകൊണ്ട് വരും. ഞങ്ങൾ 3 പേരെ ഓടിച്ചിട്ട് തല്ലാൻ വരും. ഇപ്പോൾ ഒരു രക്ഷയില്ല ചേട്ടാ. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം? അതെ, എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ ആ സാറ് പറഞ്ഞു തന്നു, ആ ഒരു സഹോദരൻ പറഞ്ഞു തന്ന്, നീ ഇങ്ങനെ ചെയ്താൽ മതി, നിനക്ക് പിശാച് കൂടിയതായിട്ട്, നീ ഒലക്കി എടുത്തുകൊണ്ട് ഉറയ്ക്കാൻ മതി, അപ്പോൾ അവർ ഒതുങ്ങുമെന്ന് പറഞ്ഞ്. അപ്പോഴെനിക്ക് മനസ്സിലാകുന്ന ഈ അസൂയയ്ക്ക് ഒലക്ക നല്ലതാണെന്ന്. ഇപ്പം തിരിച്ചായി പരിപാടി. ആ വീട്ടിൽ തിരിഞ്ഞായി പരിപാടി. ഞാൻ പറയുന്നത്, പല കുടുംബങ്ങളിലും അസൂയയിൽ ആരംഭിക്കുന്ന കുടുംബകലഹം, അസൂയയിലായിരിക്കുന്ന അയൽവഴക്ക് ഒരു കൂട്ടരെ നശിക്കാതെ തീരത്തില്ല. ചിലർ കേസ് കൊടുത്തു, പിന്നെയും കേസ് കൊടുത്തു, പിന്നെയും പറയുന്നത് കാര്യം നിസ്സാരമാണ്. പക്ഷേ അസൂയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രത്യേകത അതാണ്. എന്തിന്? മകൻ്റെ പോലും കയർ ഫാക്ടറിക്ക് തീ വെച്ച ഒരു അപ്പനെ എനിക്കറിയാം. കുഷ്ഠരോഗമായിട്ട് കിടക്കുന്ന അദ്ദേഹം പള്ളിയിൽ അനൗൺസ് ചെയ്തിട്ടാ ഇന്ന ആളിൻ്റെ മക്കളെ അന്വേഷിക്കുന്നതായിട്ട്. ഞാൻ പറയാവേ, അവരാരും പോയാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വിൻസെൻ്റ് ഇപ്പോൾ കാര്യം പിടിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇരുട്ട്, ഭയങ്കര ഇരുട്ട്, നല്ല മഴ ഒക്കെയാണ്. അപ്പോൾ ഇയാൾ കാറ് വേണം. എന്നോട് പറഞ്ഞു, തങ്ങച്ചാ, കർത്താവിൻ്റെ മുഖം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഞാൻ പറയും, അതിനിപ്പോൾ എന്താ ചെയ്യേണ്ട? വലിയപ്പം പറയാണ്, എനിക്കൊരു അച്ഛനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയും, ദുഃഖമുള്ള ആഴ്ച ഒരു രക്ഷയില്ലേ, ഒരു പള്ളിയിൽ നിന്ന് അച്ഛനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം, നാളെ സംസാരിക്കാം. എൻ്റെ പൊന്നു തങ്ങച്ചാ, പറ്റത്തില്ല എന്ന് പറഞ്ഞ് അറിയപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ്, നീ കേൾക്കുമോ എന്നെ? ഞാൻ കേൾക്കാം, പാവ്യമോചനം എനിക്ക് പറ്റത്തില്ലല്ലോ, എന്നാലും ഒരു ആശ്വാസം. അവസാനം അയാൾ പറയാണ്, മോനെ, എൻ്റെ മകൻ്റെ കയർ ഫാക്ടറിക്ക് തീ വെച്ചത് ഞാനാണ്. അവർ സ്കൂട്ടറെ ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാനതുകൊണ്ട് എന്ത് ചെയ്തു? ആ വൈകിട്ട് വന്ന് മണ്ണെണ്ണ ഒഴിച്ച് കയർ ഫാക്ടറിക്ക് തീ കൊടുത്തു. അവനിന്ന് പുറമ്പോക്ക് സ്ഥലത്ത് താമസിക്കണം അവൻ. അതല്ല മോനെ, അതിനേക്കാൾ വലുത്, എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ അവരുടെ പശു, നിറവയറോടെ നിന്ന പശു ചാകാൻ കാരണം അവർ അതിന് വെള്ളം കൊടുക്കാനായിട്ട് കലക്കി വെച്ചപ്പോൾ അതിനകത്തോടെ ഫ്രൂടാൻ കലക്കിയത് ഞാനാടാ. അങ്ങനെയാണ് ആ പശു ചത്തത്. അപ്പുറത്തുകാരൻ്റെ ആഞ്ഞിലി ഉണങ്ങിയത്. അവൻ മാളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന 1 മീറ്റർ വണ്ണമുള്ള ആഞ്ഞിലി,
അത് കരിഞ്ഞത് ബ്രഹ്മ വെച്ചിട്ട് അതിനകത്ത് രസം വെച്ച് കൊടുത്തത് ഞാനാടാ അത് കരിഞ്ഞത്. മോനെ ഇതെന്നോട് ദൈവം ക്ഷമിക്കുന്നില്ലടൂ. ഞാൻ പറയും ദൈവം ക്ഷമിക്കും ചേട്ടാ, നാളെ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഞാൻ പറയുന്നത് ആ ചേട്ടൻ അന്ന് രാത്രി മരിച്ചു. ചേട്ടൻ്റെ ജീവിതത്തിലെ അയൽവാസിക്കും മക്കൾക്കും ഒക്കെ പാരപണത് അസൂയ എന്ന രോഗമാണ്. അപ്പം അതുകൊണ്ട് അസൂയ എന്ന രോഗം വന്നാൽ അവർക്കൊരിക്കലും സംതൃപ്തി ഉണ്ടാകുകയില്ല. അസൂയക്കാർക്ക് അയൽവാസിയായിട്ടാണ് അസൂയെങ്കിൽ ആ വീട്ടിലേക്ക് നോക്കുമ്പോഴേ ഇവരുടെ സമാധാനം പോകും. അങ്ങനെ അയൽവഴക്കുകൾ ഇതെല്ലാം തീരാൻ അസൂയ മാറേണ്ടതെന്നാണ്. അടുത്തത് കോപമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് കോപം. വെറുപ്പിൻ്റെ കയ്പ് പേരിറങ്ങി ഉപദ്രവം ചെയ്യുന്നതാണ് കോപം. എബ്രായ ലേഖനം 12:14 പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വെറുപ്പിൻ്റെ കയ്പ് പേരിറങ്ങി ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, കോപം എന്ന് പറയുന്നത് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ചിലർ വലുതായിട്ടൊന്നും സംസാരിക്കത്തില്ല, കണ്ടാൽ മിണ്ടത്തില്ല, മുഖമീർപ്പിച്ച് നടക്കും. കാര്യം എന്താ? വെറുപ്പിൻ്റെ കയ്പ് പേരകത്തിറങ്ങിയിരിക്കുന്നു. ഇത് ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ആരോടും വെറുപ്പ് വെച്ച് പുലർത്താൻ പാടില്ല. അതിൻ്റെ കർത്താവ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. കർത്താവ് സ്വർഗസ്ഥനായ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞില്ലേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അപ്പോൾ ഈ വെറുപ്പ് ക്ഷമിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്നില്ലേ, സ്നേഹത്തിന് വിരുദ്ധമായ ഒന്നാണ്. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഈ ധ്യാനത്തിൽ സ്നേഹത്തിന് വിരുദ്ധമായ നിലപാടുകൾ, സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ, ഭാവനകൾ, വെറുപ്പ് ജനിക്കുന്ന നോട്ടങ്ങൾ, വാക്കുകൾ, ഇതൊക്കെ നമുക്ക് കണ്ടെത്തി നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിക്കട്ടെ. ഇനിയുണ്ട്, അടുത്തതാണ് ഭോജനാസക്തി. പ്രിയമുള്ളവരെ, ഭക്ഷണത്തിനുള്ള പ്രീതി. ഞാനൊരിക്കലും ധ്യാന മന്ദിരത്തിൽ ചെന്നപ്പോൾ ഒരു പ്രേക്ഷിതൻ ഒരു പാത്രം ഇറച്ചിക്കറി വിളമ്പിയിട്ട് അതിന് മുകളിൽ ചോറ് ഇങ്ങനെ തൂളിക്കൊണ്ടിടുന്നു. കണ്ടാൽ തോന്നും ചോറാണെന്ന്, അത് മുഴുവൻ ഇറച്ചിക്കറിയാണ്. ഞാൻ അവനെ വിളിച്ചിട്ട് പറയടാ, നീ കൗൺസിലറല്ലേ, നിനക്കിങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ഇത് ഭോജനപ്രിയമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭോജനപ്രിയം ഭക്ഷണം മാത്രമല്ല കേട്ടോ, മദ്യപാനം, ഇതുപോലെ തന്നെ മക്കൾക്കും ഭാര്യയ്ക്കും ആസ്വദിക്കാൻ പറ്റാത്ത നീ മാത്രം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ശരി, മദ്യമായാലും കൊള്ളാം, മയക്കുമരുന്നായാലും കൊള്ളാം, അത് ഭോജനത്തിൻ്റെ തന്നെ ലക്ഷണമാണ്. അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാകാം. വേറൊന്നാണ് അലസത. പ്രഭാഷകൻ 22 പറയുന്നുണ്ട്, അലസൻ ചെളിയിൽ പുരണ്ട കല്ലുപോലെയാണ്. വീണ്ടും പറയുകയാണ്, അവൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയുടെ മുകളിലിരിക്കുന്ന ചേറിൽ പൊതിഞ്ഞ കല്ലിന് സദൃശം. അവനെ കാണുന്നവരൊക്കെ കൈകുടഞ്ഞു കളയും. ഈ അലസൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഭവം, ഇവൻ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യും, എല്ലാ കാര്യവും മാറ്റിവെക്കും. ഞാൻ പണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അമ്മച്ചിമാരെ എപ്പോഴും വഴക്ക് പറയും, നിങ്ങൾ എല്ലാ സമയം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യണം. എന്നിട്ട് ഞാൻ വീടുകളിൽ ചെന്ന ഉടനെ ഓടി അടുക്കളയിൽ ചെല്ലും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച പാത്രമോ ചട്ടിയോ ഒക്കെ അവിടെ കഴുകാതിരിപ്പുണ്ടെങ്കിൽ ഞാൻ പറയും, അമ്മച്ചി ഇതൊരു അടിസ്ഥാന ഭാവമാണ് കേട്ടോ, ഉച്ചയ്ക്ക് ചെയ്യേണ്ട പാത്രം അപ്പം തന്നെ കഴുകണം. അത് കഴിഞ്ഞ് അടുത്ത മുറി നോക്കുമ്പോൾ ഒരാഴ്ചത്തെ ഡ്രസ്സ് മുഴുവൻ കഴുകാനുള്ള കിടക്കുക. അമ്മച്ചി ഇന്നത് ഈ മലപോലെ ഇട്ടിരിക്കുന്നത്, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ് തിങ്കളാഴ്ച എടുത്ത് ഇട്ടതാ, ഇതുവരെ സാധിച്ചില്ല. ഞാൻ ഇത് മൂലഭാവമാണ് കേട്ടോ, അടിസ്ഥാന ഭാവമാണ്. ചെയ്യേണ്ട നന്മ ചെയ്യേണ്ടപ്പോൾ ചെയ്തിൻ്റെ പോലെ ചെയ്തില്ലെങ്കിൽ ആ നന്മ ചെയ്യാൻ വേറെ സമയം കിട്ടത്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് സമയം. ഒരിക്കലും ഇനി 2024 മെയ് മാസം 4-ാം തീയതി ഇനി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. 4-ാം തീയതി രാവിലെ 10 മണി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാകത്തില്ല. കാരണം 10 മണി കഴിഞ്ഞു പോയി. ആ 10 മണിക്ക് ചെയ്യേണ്ട നന്മ അപ്പോൾ ചെയ്യണം. നമ്മുടെ ആയുസിൻ്റെ പുസ്തകത്തിൽ ബ്ലാങ്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഞാൻ സിംഗപ്പൂരിൽ ചെന്നപ്പോഴാണ് അത് കണ്ടത് കേട്ടോ. അങ്ങനെ ഒരു സഹോദരൻ എന്നോടൊന്ന് വെച്ചും പറഞ്ഞ്, തങ്കച്ച ഞാനിപ്പോൾ പിയൂണാണ്, ഇവിടുത്തെ പ്രിൻസിപ്പാളായിരുന്ന ആളാണ്, ഞാനിപ്പോൾ പിയൂണാണ്. അത് പറ്റി എങ്ങനെ സംഭവിച്ചു? അത് ഇവിടുത്തെ സ്ഥിതി, ഓഫീസർ വന്നിരുന്ന ഉടനെ തന്നെ 3 ബൾബ് അവിടെ ഉണ്ട്. ഞാനവിടെ ഇരുന്ന് പേന എടുക്കുമ്പോൾ പച്ച ലൈറ്റ് തെളിയും. അത് കഴിഞ്ഞ് ഞാൻ പേന അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ മഞ്ഞ ലൈറ്റ് തെളിയും. പിന്നെ അവിടെ നിന്ന് ഇവിടെ കൊണ്ട് വരുന്നില്ലെങ്കിൽ ചുവപ്പ് ലൈറ്റ് തെളിയും. ഇതെല്ലാം കൂടി ചേർത്താണ് ലാസ്റ്റ് 3 മാസത്തിലേക്ക് ഞങ്ങളുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ഇയാളുടെ ഭാര്യ വാദം വന്ന് പിടികിട്ട് കിടന്നപ്പോഴേ ഇയാൾ വന്ന് ഒപ്പിട്ടേച്ചും നേരെ പെണ്ണുമ്പിളെ കാണാൻ ആശുപത്രി പോകും. അപ്പോഴൊക്കെ അവിടെ കിടക്കുന്ന മഞ്ഞ ലൈറ്റാണ്. ഇങ്ങനെ വന്ന് അവസാനം പ്രിൻസിപ്പാൾ സാറായി, സാറ് പിന്നെ ക്ലർക്കായി, ക്ലർക്ക് പിന്നെ പ്യൂണായി. ഞാനിത് കണ്ടപ്പോഴത്തെ എൻ്റെ ദൈവമേ, കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥാനം എന്തായിരിക്കും? തങ്കച്ചൻ അലസതയിൽ കളയുന്ന സമയങ്ങൾ ധ്യാനം കൂടി ഈ ഒരു ധ്യാനിച്ച അവസരത്തിൽ ചീട്ടുകൾ ജീവിതത്തിൽ നിർത്തിയത് അന്നാണ്. കാരണം എന്താ പറഞ്ഞാൽ, എൻ്റെ കർത്താവിൻ്റെ അവിടെ യെല്ലോ ആയിരിക്കും ആ സമയമൊക്കെ, പ്രയോജനമില്ലാത്ത സമയം കളഞ്ഞത്. ഇന്നിപ്പോൾ പിള്ളേർക്ക് കഴിയുന്നത് മൊബൈലിൽ കളയുന്ന സമയം, ടി വിയുടെ മുമ്പിൽ കളയുന്ന സമയം, ഇതൊക്കെ അവിടെ ബ്ലാങ്കായിട്ട് കിടക്കും. കാരണം നിന്നെ ദൈവ പൈതലായി വിട്ടത് മറ്റു മക്കളെ ശുശ്രൂഷിക്കുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുമാണ്. അതല്ലാതെ ദൈവരാജ്യത്തിന് വിലയില്ലാത്ത എന്ത് സമയം കളഞ്ഞാലും, പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ശല്യം ചെയ്യുന്നത് മൊബൈലാകാം. മൊബൈലിൽ ഒരുപാട് നന്മകളുണ്ട്, അതേസമയം തന്നെ അതിൽ നിന്ന് നമ്മുടെ സമയം കൊല്ലുകൾ, കുട്ടികളുടെയൊക്കെ സമയം ഒത്തിരി കളയും. യുവാക്കളല്ല, വല്യമ്മച്ചിമാർക്ക് പോലും ഇന്ന് മൊബൈലിൽ നിന്ന് എന്തും എടുക്കാൻ അറിയാം.
എന്നിട്ട് ആവശ്യമില്ലാത്ത ഒരു കുരിശിറക്കാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, ഒരു രോഗിയായിട്ട് ആശുപത്രിയിൽ ബന്ധു കിടന്ന് പോകാൻ സമയമില്ല. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയമുണ്ട്. ചോരയും നീരുമുള്ള സഹജൻ ഹോസ്പിറ്റലിൽ കിടന്ന് പോകാൻ സമയമില്ല. പക്ഷേ ഈ സിന്തറ്റിക് പടങ്ങളുടെ മുമ്പിൽ നിന്ന് സമയം കളയാൻ മനുഷ്യ സമയമുണ്ട്. അതുകൊണ്ട് അലസത എന്ന മൂലഭാവത്തിനെതിരെ നമുക്ക് ഈ പ്രാവശ്യം കണ്ടെത്തി സമയത്തെ ക്രമീകരിക്കണം. സ്വർഗരാജ്യത്തിന് വിലയില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയായാലും കളയണം. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, സ്വർഗരാജ്യത്തിന് വിലയില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നിറച്ചാൽ അവർ മണ്ണെണ്ണയാണ് ഹൃദയത്തിൽ നിറച്ചിരിക്കുന്നത്. അതേസമയം സ്വർഗരാജ്യത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ അത് തേനാകും. അവൻ എല്ലാവർക്കും മാധുര്യം പകരുന്നവനാകും. അലസൻ എല്ലാവരെയും വെറുക്കുന്നവനാകും. അതുകൊണ്ട് നമുക്ക് അലസത എന്ന മൂലഭാവം മാറ്റണം. അപ്പോൾ അഹങ്കാരം, അസൂയ, കോപം, അലസത, ഭോഗാസക്തി, ഭോജനാസക്തി, ദ്രവ്യാസക്തി. 1 തിമോത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ പറയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്ക് ആനയിക്കുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന കാരണം. ഇതുമൂലം പലരും വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ധനമോഹം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ധനമെന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, ആരോഗ്യം, നമ്മുടെ സമയം, ഇതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. ബാക്കി നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ്, എന്നാൽ നമ്മളിൽ പലരും അതല്ല, ഇത് എൻ്റേതെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു പ്രൊഫസർ തലയ്ക്ക് സ്ഥിരമില്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു, തങ്കച്ച ഇടക്കിടക്ക് വന്ന് ഇവരന്ന് കേൾക്കണമേ, അവർക്ക് എന്നോട് ഇഷ്ടമായിരുന്നു, ഞങ്ങളുടെ നാട്ടിലുള്ള. ഞാൻ പ്രൊഫസറുടെ അടുത്ത് ചെന്നു. ഒരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഇത് ജീവിതത്തിൽ എന്തെങ്കിലും പങ്കുവയ്ക്കണ്ടേ? പ്രൊഫസറല്ലായിരുന്നോ, കല്യാണം കഴിച്ചിട്ടില്ല, ഏകസ്ഥയാണ്. പക്ഷേ ആ നാട്ടിലുള്ള എല്ലാവരുടെയും സ്വർണം പണയം വെക്കുന്ന ഇവരുടെ അടുത്താണ്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അതെല്ലാം കൊണ്ടുവന്ന് ഇവരെന്ത് ചെയ്ത്, അവർ തിരിച്ചെടുക്കത്തില്ല, ഇവർക്കറിയാം. അതുകൊണ്ട് എല്ലാം കൂടി ചേർത്തൊരു ഗോളമാക്കി, ഷോർട്ട് പുട്ട് പോലത്തെ അതിങ്ങനെ വെച്ചിരിക്കുക. ഇവർക്ക് വിശ്വസ്തനായ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. ഒരു ദിവസം ഇവരെടുത്ത് നോക്കിയപ്പോൾ അവൻ വീട് വെക്കുന്നു, 2 നില വീട് വെച്ചു, പിന്നെ ഒരു 2-3 വസ്തുവൊക്കെ വാങ്ങിച്ച്. അപ്പോഴേക്കും ഇവർക്ക് സംശയം തോന്നിയില്ല. പക്ഷേ ഇവർ ബോൾ കയ്യിലെടുത്ത ഒരു ദിവസം താഴെ വീണപ്പോഴാണ് വെളുത്തീയമാണ്, അതിൻ്റെ പുറത്ത് സ്വർണ്ണം പൂശിരിക്കുക, മറ്റത് അവൻ കൊണ്ടുപോയി. അതോടെയാണ് ചേട്ടത്തേക്ക് വട്ടായത്. ഞാൻ പറയുന്നത്, അവരുടെ ദൈവം ഈ സ്വർണ്ണക്കട്ടിയായിരുന്നു, അത് പൊട്ടിയപ്പോൾ അവർക്ക് വട്ടുപിടിച്ചു, നിയന്ത്രണം വിട്ടുപോയി. ഇത് നമുക്കൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് സമ്പത്ത് പങ്കുവയ്ക്കാം. അത് വെച്ചിട്ടൊരു കാര്യമില്ല. നിന്നെ പോരടാന്ന് പറഞ്ഞാൽ പോകണം. അതുകൊണ്ട് ഉള്ളത് പങ്കുവെച്ച് ജീവിച്ചാൽ ശ്രേഷ്ഠമായി ഒരു സമ്മാനം മോളിൽ കിട്ടും. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഈ മൂലഭാവങ്ങളെ കഴുകിക്കളഞ്ഞ് നാളെ നമുക്ക് ആത്മനിറവിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് ഈ 2 ദിവസങ്ങൾ. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുള്ള കൃപ കർത്താവ് നൽകട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പങ്കെടുക്കുമ്പോൾ ഇന്ന് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങത്തക്ക രീതിയിൽ നമുക്കൊന്ന് ആരാധനയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അടിസ്ഥാന പാപങ്ങൾ എന്താണെന്നും പാപത്തിൻ്റെ വേര് ഹൃദയത്തിൽ ഇറങ്ങിക്കിടന്നാൽ അതെപ്രകാരം നമ്മളെ കൃപയിൽ നിന്ന് അകറ്റുമെന്നൊക്കെ നമ്മൾ കാണുകയായിരുന്നു. മൂലപാപങ്ങൾ മുഴുവനായും മാറിത്തരുവാൻ കർത്താവിൻ്റെ സന്നിധിയിലെ ആ പാപങ്ങളെല്ലാം എടുത്തു മാറ്റി കിട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ആരാധന. ഈ ആരാധനയിൽ ദൈവാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ ആത്മാവിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കാം. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദ്യനൂറ്റാണ്ടിൽ പന്തക്കുസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവരെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ആദ്യനൂറ്റാണ്ടിൽ പന്തക്കുസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ആദ്യനൂറ്റാണ്ടിൽ പന്തക്കുസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. യേശുവേ, ഈശോയേ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നപ്പായേ, ആരാധിക്കുന്നപ്പായേ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ പാടുമിദാസരിൽ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് പാപബോധം തരുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് പാപബോധം ഉണ്ടാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവിടുത്തെ പ്രത്യേകമാവണ്ണം ഞങ്ങളുടെ മേൽ ഇടപെടണമേ. ഇപ്പോഴേ പ്രത്യേകിച്ച് അടിസ്ഥാന പാപങ്ങൾ, അഹങ്കാരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരണമേ കർത്താവേ. ഈശോയെ, അഹങ്കാരം കുടികൊള്ളുന്ന ഹൃദയത്തിൽ എളിമ നിറച്ചു തരണമേ കർത്താവേ. ഈ അഹങ്കാരം കുടികൊള്ളുന്ന ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. എല്ലാം അവിടുത്തെ ദാനമാണ്. ഞങ്ങളുടെ ജീവനും ഞങ്ങൾക്കുള്ളതെല്ലാം, ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളുടെ സമ്പന്നതയും എല്ലാം കർത്താവെ അങ്ങയുടേതാണ്. എങ്കിലും ഞങ്ങൾ പലപ്പോഴും സ്വന്തം എന്ന രീതിയിൽ അഹങ്കരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ പോലും സ്വന്തമെന്ന് കരുതി അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ അവരെ ഞങ്ങളെക്കാൾ ചെറിയവരായി കണ്ട് ഞങ്ങൾ അഹങ്കരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ അഹങ്കാരത്തിൻ്റെ വേരുകളും ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് പിഴുതെറിയണമേ കർത്താവേ. ശരിയായ പാപബോധവും ശരിയായ പശ്ചാത്താപവും തന്ന് ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. അതിനായി ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ പക്കലേക്ക് ഉയർത്തുന്നു. ഹൃദയം കർത്താവിൻ്റെ പക്കലേക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആലപിക്കാം. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ.
എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. നിന്റെ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. നിന്റെ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. കരങ്ങൾ രണ്ട് ഹൃദയഭാഗത്തേക്ക് വെക്കാം. നമ്മുടെ ഹൃദയത്തിൽ രക്ഷയുടെ ആനന്ദം നിറയണമെങ്കിൽ പാപബോധത്താൽ ഒരുകിയൊരു ഹൃദയമാകണം. അനുതാപത്താൽ ഒരുകിയൊരു ഹൃദയമാകണം നമ്മുടെ ഹൃദയം. അഹങ്കാരത്തെയും അസൂയയെയും ഒക്കെ സമർപ്പിച്ചു കൊടുക്കാം നമുക്ക്. അഹങ്കാരം നമ്മെ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകറ്റും. പ്രാർത്ഥിച്ചിട്ട് അനുഭവം ഉണ്ടാകുന്നില്ല. ദിവ്യബലിയിൽ സംബന്ധിച്ചിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, അനുതാപത്തോടെ പാപബോധം നമുക്ക് ലഭിച്ച് അനുതാപത്തോടെ കർത്താവിനെ സമീപിച്ച് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ദൈവാനുഭവമുള്ളവരും ദൈവാനുഭവത്തിൽ ജീവിക്കുന്നവരുമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പരിപൂർണമായും കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കാം. നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള അനേകരെ അഹങ്കാരവും അസൂയവും മൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയെ അംഗീകരിക്കാത്ത അവസ്ഥ, ഏത് കാര്യത്തിനും കറപ്ഷൻ കൊടുത്താൽ അപ്പം തന്നെ ദേഷ്യമുണ്ടാകുന്ന അവസ്ഥ, കുടുംബത്തിലെ സമാധാനം കെടുത്തുന്ന അഹങ്കാരമെന്ന മൂലഭാവത്തിൻ്റെ ആ വില്ലനെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. ജോലിസ്ഥലങ്ങളിലെ ഉത്തരവാദിത്തമുള്ളവരുടെ അഹങ്കാരം വളരെയധികം പേരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ആധ്യാത്മിക ജീവിതത്തിലെ പലരുടെയും അഹങ്കാരം
അനേക വ്യക്തികളെ തളർത്തിക്കളയുന്നുണ്ട്. ഇതിനോടകം വളരെയധികം ഈ ദൈവകൃപയിൽ വളരേണ്ട പലരും ആധ്യാത്മിക രംഗത്തുള്ള നേതൃത്വത്തിൻ്റെ അഹങ്കാരം മൂലം തളർന്നു പോയിട്ടുണ്ട്. അഹങ്കാരം പല വിധത്തിലും സാമൂഹ്യ തലങ്ങളിലും ദോഷം സംഭവിച്ചിട്ടുണ്ട്. സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും എല്ലാം ഉണ്ടായിട്ടുള്ള അഹങ്കാരമെന്ന ആ മൂലഭാവത്തിൻ്റെ ദോഷം എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം നീങ്ങിപ്പോകുവാൻ എല്ലാവർക്കും വേണ്ടി നമുക്ക് അനുതാപത്തോടെ ആലപിക്കാം. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. വീണ്ടും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അസൂയയുടെ മേഖലകളിൽ എവിടെയെല്ലാം ഭരണം നടത്തുന്നുണ്ടോ നമ്മൾ ഓരോ മൂലപാപങ്ങളും സമർപ്പിക്കുമ്പോൾ ഒരുവിധം പാടി നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ അനുതാപ പ്രകടനങ്ങൾ സമർപ്പിക്കാം. അസൂയ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ, അതോടൊപ്പം തന്നെ അസൂയ മൂലം ഞങ്ങളുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള എന്തെല്ലാം ക്രമക്കേടുകളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ മരുമകളോടുള്ള അസൂയ, അമ്മായിയമ്മയോടുള്ള അസൂയ, മക്കൾ തമ്മിലുള്ള അസൂയ, ഞങ്ങളുടെ തന്നെ അസൂയ പലരെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്, പലരുടെയും സമാധാനം കെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും രമ്യതയിലെത്താൻ പറ്റാത്ത വണ്ണമുള്ള പല പ്രശ്നങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളായാലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അസൂയ എന്ന മൂലപാപം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളതും അത് വ്യക്തികളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിച്ചിട്ടുള്ള എല്ലാ വൈകല്യങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതലിന് വേണ്ടി ഞങ്ങൾ അനുതാപത്തോടെ ആലപിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. പലപ്പോഴും കോപം വെറുപ്പിൻ്റെ കയ്പ് വേരായി ഹൃദയത്തിൽ കിടന്നത് കാരണം കുടുംബസമാധാനം കെട്ടുപോയിട്ടുള്ളതും വിവാഹബന്ധങ്ങൾ തന്നെ അകന്നു പോയിട്ടുള്ളവരും വേർപെട്ടു പോയിട്ടുള്ളവരും ആ തലത്തിൽ വന്നുള്ള തകർച്ചകൾ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെറുപ്പിൻ്റെ കയ്പ് വേരിറങ്ങിയത് മൂലം വളരെയധികം ശക്തമായി വളരേണ്ട പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പോലും ചിലരുടെ ഈ വെറുപ്പ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സമൂഹത്തിലും കുടുംബത്തിലും ഇടവകയിലും രാഷ്ട്രത്തിലും വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വെറുപ്പ് എപ്രകാരം ദൈവകൃപ നഷ്ടപ്പെടുത്തി, എപ്രകാരം തകർച്ചയ്ക്ക് കാരണമായി, ഇതെല്ലാം ഓർത്ത് ഞങ്ങൾ ഇതാ കർത്താവെ അങ്ങയുടെ പക്കൽ ഞങ്ങൾ അനുദപിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരുണയായിരിക്കേണമേ.
കർത്താവെ, അവിടുത്തെ ഏറ്റവും വലിയ ദാനമാണല്ലോ സമയം. ഒരു മിനിറ്റ് കടന്നുപോയാൽ പിന്നീട് ആ മിനിറ്റ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ചെയ്യേണ്ട നന്മ ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല എങ്കിൽ ആ നന്മ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു നന്മ ചെയ്യേണ്ട സമയം മാത്രമേ ഇതിന് കിട്ടൂ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവമഹത്വത്തിനു വേണ്ടി ഓരോ നിമിഷവും വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അവയെല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി പുത്രൻ്റെ നാമത്തിൽ ചെയ്യേണ്ടവരായ ഞങ്ങളുടെ അലസത മൂലം വന്നു പോയിട്ടുള്ള ഭവിഷ്യത്തുകൾ, ഒരുപക്ഷെ ഒരു വീട്ടിലെ ഗൃഹനായികയുടെ അലസത മക്കളെ തന്നെ ജീവിതം ക്രമം തെറ്റിയതായി മാറുന്നു. ഗൃഹനാഥൻ്റെ അലസത, ജോലിക്ക് പോകാതിരിക്കുകയും കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നു, പറമ്പിൽ പണിയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. മക്കളുടെ അലസത, കർത്താവെ, ഞങ്ങളുടെ സമയം ചിലവഴിക്കുന്ന രീതികൾ എല്ലാം അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. ഇന്ന് ഏറെ നന്മ ചെയ്യുന്ന ഒരു തലമാണല്ലോ ഞങ്ങളുടെ മീഡിയാസും അതുപോലെ കമ്പ്യൂട്ടറും എല്ലാം. എന്നാൽ അലസതയിൽ അവയിൽ വലിയ ഫലമൊന്നുമില്ലാതെ, സ്വർഗത്തിനോ ജീവിതത്തിനോ ഫലമില്ലാത്ത നിസാര കാര്യങ്ങളുടെ മുമ്പിൽ ഏത് സമയവും മൊബൈലിന് മുമ്പിലിരുന്ന സമയം കളയുന്ന കുഞ്ഞുങ്ങളും എന്തിനധികം വൃദ്ധജനങ്ങൾ പോലും അങ്ങനെ ആയിരിക്കുന്നു. കർത്താവെ, അതുമൂലം അവരുടെ ആയുസ്സിൽ അവർക്ക് ചെയ്യേണ്ട നന്മ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ഒരുപക്ഷെ ബന്ധുജനങ്ങളെപ്പോലും ആവശ്യങ്ങളിലൊന്ന് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. രോഗശൈലിയിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. പരസ്പരം കൂട്ടായ്മയിലുണ്ടാകാൻ സാധിക്കുന്നില്ല. ബന്ധങ്ങൾ അകന്നു പോകുന്നു. ആധ്യാത്മിക രംഗത്ത് പോലും ഇത് ഇടവകയെ ഭരിക്കുന്നു. ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ അലസത മൂലം വന്നിരിക്കുന്ന നഷ്ടങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ കർത്താവെ. എല്ലാം അങ്ങേ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അനുദപിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കർത്താവെ, ഭോഗാസക്തി എന്ന മൂലപാപം മൃഗങ്ങളെപ്പോലെ അതിനേക്കാളും അധപ്പതിച്ചൊരവസ്ഥയിലേക്ക് ഞങ്ങൾ പോകുന്നു. മൃഗങ്ങൾക്ക് ലൈംഗികത ഒരു ശാരീരിക ആവശ്യം മാത്രമാണെങ്കിൽ, പ്രസവിച്ച കുഞ്ഞ് പ്രായപൂർത്തിയായാൽ അമ്മയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മൃഗങ്ങൾക്ക് കഴിയും. കാരണം അവർ ഫീമെയിലും മെയിലുമായിട്ടാണ്, ആണും പെണ്ണുമായിട്ടാണ് പരസ്പരം കാണുന്നത്. അതുമാത്രമേ അവർക്ക് അറിയൂ. എന്നാൽ മനുഷ്യജീവിതം, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സൃഷ്ടാകര കർമ്മം തുടർന്നു പോകുവാൻ വേണ്ടി തന്നിരിക്കുന്ന വിശുദ്ധമായ വിവാഹമെന്ന കൂദാശ, അത്രമാത്രം വിശുദ്ധമായ ലൈംഗികതയെ കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ടും ഞങ്ങളുടെ ചിന്തകൾ കൊണ്ടും ഞങ്ങളുടെ കൈകൾ കൊണ്ടും അല്ലാത്തയൊക്കെ രീതിയിൽ തെറ്റായ രീതിയിൽ വിനിയോഗിച്ചു പോയപ്പോൾ അത് അടുത്ത ജനറേഷനെ എപ്രകാരം ബാധിച്ചിരിക്കുന്നു അങ്ങേക്കറിയാമല്ലോ കർത്താവെ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിലാഷത്തോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നുവെന്ന്. കർത്താവ്, ലൈംഗിക തലങ്ങളിൽ ഇന്ന് മീഡിയാസിലും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ലൈംഗികമായി കുഞ്ഞുങ്ങളെ അധപ്പതനത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി വൈകല്യങ്ങളുണ്ടല്ലോ കർത്താവെ. അതിൻ്റെ മേൽ ഞങ്ങൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഇത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ. കരുണാമയ
ഭോജനാസക്തി ഞങ്ങളുടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും അലസത ബാധിച്ചിട്ട് തട്ടുകടയിലും അതുപോലെ തന്നെ മറ്റ് ഹോട്ടലുകളിൽ നിന്നൊക്കെയുള്ള പാഴ്സൽ വരുത്തി കഴിക്കുന്ന അവസ്ഥ, ശരീരത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഭക്ഷണം രുചി മാത്രം നോക്കി ഭക്ഷിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും പലപ്പോഴും ആരോഗ്യപരമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. പിതാവിൻ്റെ മദ്യപാനാസക്തിയും എന്ന് വേണ്ട മക്കൾ പോലും കുടുംബസമേതം മദ്യപിക്കുന്നവരും കേരളക്കരയിലുണ്ടല്ലോ കർത്താവേ. ഇതെല്ലാം ഞങ്ങളുടെ ആത്മാവിനെയും നശിപ്പിക്കുന്ന ഒന്നാണ് മദ്യപാനവും മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളും. കർത്താവെ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാവില് കർത്താവിൻ്റെ ആയിത്തീരുന്ന ഞങ്ങളുടെ ശരീരത്തിലെ ഈ വക മാലിന്യങ്ങൾ കടത്തിവിടുന്ന ഈ പാപത്തിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന എല്ലാ ക്രമക്കേടുകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ. ഇന്ന് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റയും പണം മാത്രമാണെന്ന് കണ്ടെത്തി പന്തിയേർന്നിരിക്കുന്ന സിറ്റുവേഷൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ദ്രവ്യാസക്തി കർത്താവെ, അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വണ്ണം ഈ ദ്രവ്യാസക്തിയുടെ അടിമത്തത്തിലായല്ലോ ഞങ്ങൾ. വസ്തുക്കളും സംഭവങ്ങളും വാരിക്കൂട്ടുവാൻ വേണ്ടി ഏത് വിധേനയും പണം ഉണ്ടാക്കുക, ഏത് ക്രമക്കേടുകളൊക്കെയാണ് വരുന്നതെന്ന് അങ്ങേക്കറിയാമല്ലോ കർത്താവേ. ധനസമ്പാദന കാര്യത്തിൽ തീക്ഷ്ണത വർദ്ധിച്ച് മാതാപിതാക്കളോ മക്കളോ ബന്ധങ്ങൾ പോലും പരിഗണിക്കാതെ ഇന്ന് സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ സാമൂഹ്യപരമായ വലിയൊരു തിന്മ കർത്താവെ, അതിനെ നേരിടുവാൻ അങ്ങയുടെ ആത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഓരോ ഹൃദയത്തിൽ നിന്നും ദ്രവ്യാസക്തി എടുത്തു മാറ്റി ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്ന ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വക പാവങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. എല്ലാ മൂലഭാവങ്ങളും കഴുകിക്കളയുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവാത്മാവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. ദൈവാത്മാവെ ഞങ്ങളിൽ നിറയണമെന്ന് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. അതിനായി നമുക്ക് ആത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ആത്മാവേ അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ, പാപത്തിൻ ശക്തിമേലിൻ അഗ്നിയയക്കൂ,
രോഗത്തിന് ശക്തി മേലിൻ അഗ്നിയയക്കൂ, ശാപത്തിന് ശക്തി മേലിൻ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തി മേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തി മേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തി മേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇത്രയും സമയമായിരുന്നു നമ്മളെ തീർച്ചയായും ദൈവാത്മാവ് നമ്മളെ സൗഖ്യപ്പെടുത്തുകയായിരുന്നു. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ശ്രമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ നമ്മൾ ഈ സമയത്ത് ആരാധനയിൽ പങ്കെടുക്കുന്നത് വരെ നമുക്ക് ഏറ്റുപറയാം. പാപക്കറകൾ കഴുകിക്കളഞ്ഞ് സ്വർഗത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.